അവിടെയാണ് ദുരന്തങ്ങളിൽ നിന്നും കരകയറ്റുവാൻ അയാൾ വരുന്നത്. താരനിമിടമാണെങ്കിലും തകർച്ചയുടെ പടുകുഴിയിലേക്ക് തകർന്നു വീണ ബ്രസീലിൻ്റെ പ്രശ്നം മാറി മാറി വന്ന പരിശീലകരാണെന്ന് ബ്രസീൽ അസോസിയേഷൻ തിരിച്ചറിഞ്ഞതിൻ്റെ ഉത്തരമായിരുന്നു ആ പേര്. ആ കുറവ് തീർത്ത് പഴയ പ്രതാപം തിരിച്ചു പിടിക്കാൻ അവർ തെരഞ്ഞെടുത്ത പേരാണ് ആൻചെലോട്ടി എന്ന്. അതെ, സാക്ഷാൽ ഡോൺ കാർലോ ആൻചെലോട്ടി. റയലിൽ നിന്നും പടിയിറങ്ങുന്ന കാർലോ ആദ്യം പ്രഖ്യാപിക്കുന്നത് തന്നെ നെയ്മറിൻ്റെ തിരിച്ചുവരവാണ്. ഞാനിനി ഒരു ക്ലബിലേക്കും കൂടുമാറില്ല എന്നും ഞാൻ പോകുന്നത് 5 ലോക കിരീടം അലങ്കരിക്കുന്ന ഒരു കൂട്ടത്തിലേക്കാണെന്നും അയാൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അയാളുടെ ഓരോ വാക്കുകളും ചെന്ന് പതിക്കുന്നത് എതിരാളികൾക്ക് മുകളിലാണ്. ബ്രസീലിനെ അയാൾ തിരിച്ചു കൊണ്ടുവരുമോ എന്ന ഭയത്തിലേക്കാണ്. പഴയ നെയ്മറിൻ്റെ ചില മിന്നാട്ടങ്ങളും പുതിയ തലമുറയിലെ മികവുറ്റ താരങ്ങളെയും കൂട്ടിയിണക്കി ആക്രമണ ശൈലിയിലൂടെ കാർലോ തൻ്റെ യുഗം ബ്രസീലിൽ ആരംഭിക്കുമ്പോൾ പല കണക്കുകളും പറഞ്ഞു തീർക്കാനുണ്ടാകും. പരിഹസിച്ചവരോടും പരാജയം ആസ്വദിച്ചവരോടും രക്തം കൊണ്ട് തന്നെ അവർ കണക്ക് ചോദിക്കും. 2002 വേൾഡ് കപ്പിനെ ഒന്നോർത്ത് പോകുകയാണ്. അത്രയും വലിയ സ്കോഡ് ഉണ്ടായിരുന്നിട്ട് പോലും യോഗ്യത നേടുവാൻ അന്നവർ പ്രയാസപ്പെട്ടിരുന്നു. എന്നിട്ടത് അവസാനിപ്പിച്ചതും അവർ തന്നെയായിരുന്നു. എല്ലാ സീമകളെയും ഭേദിച്ച് 2026 6ാം കിരീടത്തിലേക്ക് കാർലോ ബ്രസീലിനെ നയിച്ചു കഴിഞ്ഞാൽ എക്കാലത്തെ മികച്ച വിജയത്തായി അത് മാറുക തന്നെ ചെയ്യും. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ നാണക്കേടുകൾക്കും ഉത്തരമായി മാറും. എഴുതി തള്ളിയവർക്ക് മറുപടിയായിത്തീരും. ഇനി ഇവിടെ പഴയ ചരിത്രത്തിൻ്റെതോ പ്രതാപത്തിൻ്റെതോ കഥകൾക്കൊന്നും സ്ഥാനമില്ല. ഇത് ഡോൺ കാർലോ ആരംഭിക്കാൻ പോകുന്ന പുതിയ ചാപ്റ്ററാണ്. അയാൾ പറയുന്നതാണ് ഇനി കഥ. അയാൾ പറയുന്നതാണ് ഇനി കഥയുടെ വിധി. കരളിനുറപ്പുള്ളവർ ഒരുങ്ങിയിരുന്നു കൊള്ളുക.